കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നു കാർബൺ ഡേറ്റിംഗ്. അപ്പോൾ ഇന്ന് ഒരു ചെറിയ പോർഷൻ ഡിസ്കസ് ചെയ്യുന്നത് റോക്ക് ഡേറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. റോക്ക് ഡേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഏജസ് ഓഫ് റോക്സ് അല്ലെങ്കിൽ മിനറൽസ് ഓഫ് യുറാനിയം ആൻഡ് തോറിയം അതിൻ്റെയൊക്കെ ഏജുകൾ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് റോക്ക് ഡേറ്റിംഗ്. സോ റോക്ക് ഡേറ്റിംഗ് ഈസ് ദ മെത്തേഡ് ഫോർ ഡിറ്റർമിനിങ് ദ ഏജസ് ഓഫ് റോക്സ് ആൻഡ് മിനറൽസ് ഓഫ് യുറാനിയം, തോറിയം, എക്സെട്ര. ഓക്കെ. Suppose it is required to determine the age of a rock or mineral of uranium-238. നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാണ്. അതായത് uranium-238 മിനറലിൻ്റെയോ അതുപോലെ ഒരു റോക്കിൻ്റെയോ ഒക്കെ ഏജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് സപ്പോസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്കറിയാം യുറാനിയം സീരീസിൽ കിട്ടുന്ന എൻ പ്രോഡക്റ്റ് എന്താണ്? ലെഡാണ്. ലെഡ് 206 ആണ് അല്ലേ? So, the ratio of the amounts of uranium-238 and lead-206 in the given sample of rock or mineral is determined by means of a mass spectrometer. അപ്പോൾ നമുക്കറിയാം uranium-238ൻ്റെ എൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് യുറാനിയം സീരീസിലൊക്കെ എൻ പ്രോഡക്റ്റ് ലെഡ് 206 ആണ്. അപ്പോൾ നമ്മൾ uranium-238ൻ്റെയും അതുപോലെ ലെഡ് 206ൻ്റെയും എമൗണ്ട്സ് ഒരു റോക്ക് അല്ലെങ്കിൽ മിനറൽ സാമ്പിളിലെ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അതിൻ്റെ ആ റേഷ്യോ എടുക്കുകയാണ്. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ഒരു മാസ് സ്പെക്ട്രോമീറ്ററിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും? ദ എമൗണ്ട് ഓഫ് uranium-238 ദാറ്റ് ഹാസ് അണ്ടർഗോൺ ഡീകേ സിൻസ് ദ ഫോർമേഷൻ ഓഫ് ദ റോക്ക് ഓർ മിനറൽ ക്യാൻ ബി കാൽക്കുലേറ്റഡ്. അതായത് എത്രമാത്രം uranium-238 ഡീകേ നടന്നിട്ടുണ്ട് ഫ്രം ദ ഫോർമേഷൻ ഓഫ് ദ റോക്ക് ഓർ മിനറൽ. ആ റോക്ക് അല്ലെങ്കിൽ മിനറൽ ഉണ്ടായതിനു ശേഷം uranium-238ൻ്റെ എമൗണ്ടിൽ എത്രമാത്രം ഡീകേ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്നും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഫ്രം ദിസ് the amount of uranium-238 that had been presently initially becomes known. അപ്പോൾ അതിൽ ബാക്കി ഇപ്പോൾ ആ കണ്ടുപിടിക്കുന്ന സമയത്ത് അതിൽ എത്രമാത്രം uranium-238 ഉണ്ട് എന്നുള്ള അളവിൻ്റെ നിഗമനത്തിൽ നമുക്ക് എത്തിച്ചേരാനായിട്ടും സാധിക്കുന്നു. അപ്പോൾ ഇനീഷ്യൽ ഫൈനൽ എമൗണ്ട്സ് ഓഫ് uranium-238 റോക്കിൽ നമുക്ക് അറിയുമെങ്കിൽ എന്ത് കണ്ടുപിടിക്കാൻ? നമുക്ക് അതിൻ്റെ ഏജ് കണ്ടുപിടിക്കാനായിട്ട് വളരെ ഈസിയാണ്. T is equal to 2.303 by lambda log N0 by NT. ഈ N0 എന്ന് പറയുന്നത് ഇനീഷ്യൽ എമൗണ്ട് ഓഫ് uranium-238 ഇൻ ദ റോക്ക്. NT എന്ന് പറയുന്നത് ഫൈനൽ എമൗണ്ട് ഓഫ് uranium-238 ഇൻ ദ റോക്ക്. ഇനി ലാംഡ എന്ന് പറഞ്ഞാലോ ഡീകേ കോൺസ്റ്റന്റ് ഓഫ് uranium-238 ആണ്. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ നമ്മൾ ജസ്റ്റ് കണ്ടു. അതുപോലെ ഇനിയിപ്പോൾ തോറിയം-232 കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു റോക്ക് അല്ലെങ്കിൽ മിനറൽ, അതിൻ്റെ ഏജ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. എങ്ങനെ? തോറിയം സീരീസിലെ അവസാനത്തെ എൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ലെഡ് 208 ആണ് അല്ലേ? അതായത് റേഷ്യോ ഓഫ് ദ എമൗണ്ട്സ് ഓഫ് തോറിയം-232ഉം അതുപോലെ ലെഡ് 208ഉം അറിയാമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ റോക്ക് തോറിയം കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള റോക്ക് അല്ലെങ്കിൽ മിനറലിൻ്റെ ഏജ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഈസി ആയിട്ട് സാധിക്കുന്നു. ഓക്കെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മാസ് സ്പെക്ട്രോമീറ്റർ. ഓക്കെ, ഇനി ചില കേസിൽ ഈ റോക്കിൽ അല്ലെങ്കിൽ മിനറലിലെ നോൺ റേഡിയോജനിക് ആയിട്ടുള്ള ലെഡും ഉണ്ടാവാം. റേഡിയോജനിക് അല്ലാത്ത നോൺ റേഡിയോജനിക് ആയിട്ടുള്ള ലെഡിൻ്റെ പ്രസൻസും ഉണ്ടാവാം. ഓക്കെ, ദെൻ further mass spectrometric measurements are required and suitable allowances are to be made for such lead present before the age of the rock or mineral can be calculated. അത്തരത്തിലെ നോൺ റേഡിയോജനിക് ആയിട്ടുള്ള ലെഡ് ഈ റോക്കിൽ അല്ലെങ്കിൽ മിനറൽ സാമ്പിളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പെട്ടെന്ന് നമുക്ക് അത്ര എളുപ്പത്തിൽ നമുക്ക് ഈ മാസ് സ്പെക്ട്രോമെട്രിക് മെഷർമെൻറ്റ്സ് ഒന്നും നടത്താനായിട്ട് സാധിക്കില്ല. മാത്രമല്ല അത്തരത്തിലുള്ള നോൺ റേഡിയോജനിക് ലെഡിൻ്റെ ആ എമൗണ്ടിൽ നമ്മൾ ചില അലവൻസസുകളൊക്കെ കൊടുക്കണം. എന്നാൽ മാത്രമേ, അപ്പോൾ കുറച്ചൊരു TDS പ്രോസസ്സാണ് അത്തരത്തിലുള്ള റോക്കിൻ്റെ മിനറലിൻ്റെ ഒക്കെ ഏജ് കണ്ടുപിടിക്കാനെന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നോൺ റേഡിയോജനിക് ലെഡ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി മാസ് സ്പെക്ട്രോമെട്രിക് മെഷർമെൻറ്റ്സ് ഒക്കെ ധാരാളം കുറച്ചധികം TDS ആയിട്ട് തന്നെ യൂസ് ചെയ്യണം. മാത്രമല്ല കുറച്ച് അലവൻസസ് ഒക്കെ ഈ നോൺ റേഡിയോജനിക് ആയിട്ടുള്ള ലെഡിൻ്റെ എമൗണ്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് റോക്കിൻ്റെയോ മിനറലിൻ്റെയോ ഒക്കെ ഏജ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഇത്തരത്തിൽ മാസ് സ്പെക്ട്രോമീറ്ററൊക്കെ ഉപയോഗിച്ചിട്ട് റോക്ക് ഡെപ്പോസിറ്റ്സ് കണ്ടെയ്നിങ് യുറാനിയത്തിൻ്റെ ഏജുകളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് പലതിൻ്റെയും. അപ്പോൾ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളത് കണ്ടുപിടിച്ചത് ഏകദേശം 4.5 × 10⁹ ഇയേഴ്സ് മുമ്പുള്ള ഒരു യുറാനിയത്തിൻ്റെ റോക്ക് ഡെപ്പോസിറ്റിൻ്റെ ഏജാണ് നമ്മൾ കണ്ടുപിടിച്ചത്.
assuming that such rock deposits are as old as the earth itself, we can say that the approximate age of the earth must also be 4.5 into 10 raised to 9 years. അപ്പോൾ അതാണ് ഏറ്റവും ഓൾഡസ്റ്റ് സാമ്പിൾ റോക്കിൻ്റെ ഏജ് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പം നമുക്ക് വിചാരിക്കാം, നമുക്ക് ജസ്റ്റ് ഒന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം, നമ്മുടെ എർത്തിൻ്റെ ഏജ് എന്നും പറയുന്നത് ഏകദേശം 4.5 into 10 raised to 9 years ആണെന്ന്. കാരണം എന്താ വെച്ചാൽ അതിനേക്കാളും ഓൾഡസ്റ്റ് ആയിട്ടുള്ള റോക്സ് ഒന്നും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. എർത്ത് ഉണ്ടായപ്പോൾ തന്നെ അതിലെന്തുണ്ടായിരിക്കണം? റോക്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രായം ചെന്ന റോക്കിൻ്റെ ഏജ് ആയിരിക്കാം എർത്തിന് എന്ന് നമുക്ക് അങ്ങനെ ഒരു അനുമാനത്തിൽ എത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതാണ് റോക്ക് ഡേറ്റിംഗ്, അതായത് റോക്സിൻ്റെയും മിനറൽസ് ഓഫ് യുറാനിയം, തോറിയം, അത്തരത്തിലുള്ള മിനറൽസിൻ്റെയും അതുപോലെ റോക്സിൻ്റെയും ഒക്കെ ഏജിനെ കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന് മാസ് സ്പെക്ട്രോമീറ്ററിൻ്റെ ഹെൽപ്പ് വേണം. ഞാൻ മുൻപ് ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ യുറാനിയം സീരീസ് ആണെങ്കിൽ അതിൻ്റെ എൻ പ്രോഡക്റ്റ് ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. അതിൻ്റെയും ഇപ്പോൾ യുറാനിയത്തിൻ്റെയും എൻ പ്രോഡക്റ്റ് ആയിട്ടുള്ള ലെഡ് 206ൻ്റെയും റേഷ്യോയിൽ നിന്നാണ് നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇനി ഏതെങ്കിലും കേസിലൊക്കെ നോൺ റേഡിയോജനിക് ആയിട്ടുള്ള ലെഡ് ഉണ്ടെങ്കിൽ അതിന് കുറച്ച് അലവൻസുകളൊക്കെ കൊടുത്ത് കുറച്ചും കൂടി ടീഡിയസ് ആയിട്ടുള്ള സ്പെക്ട്രോസ്കോപ്പിക് മെഷർമെൻറ്റ്സ്, മാസ് സ്പെക്ട്രോസ്കോപ്പിക് മെഷർമെൻറ്റ്സ് നടത്തിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഏജ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇതാണ് ഇക്വേഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കുക. ഓക്കെ, ഏജ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതുവരെ നമ്മൾ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള റോക്ക് സാമ്പിളിൻ്റെ ഏജ് കണ്ടുപിടിക്കപ്പെട്ടത് 4.5 into 10 raised to 9 years എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയായിരിക്കും നമ്മുടെ എർത്തിൻ്റെ ഏജ് എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിലൊരു പ്രോബ്ലം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു യുറാനിയം ഓറിൻ്റെ സാമ്പിളാണ്. അപ്പോൾ അതിൻ്റെ യുറാനിയത്തിൻ്റെ അതിൽ യുറാനിയം എത്ര ഗ്രാം ഉണ്ട്, ലെഡ് എത്ര ഗ്രാം ഉണ്ട് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓറിൻ്റെ ഏജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹാഫ് ലൈഫും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് T is equal to 2.303 by lambda log n0/n എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാനുള്ള എല്ലാ സ്റ്റെപ്പുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഇക്വേഷൻ വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ശരിക്കും ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കിയാൽ വളരെ ഈസി ആയിട്ട് തന്നെ അത് പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിലങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും അവിടെ പറയുന്നില്ല. അപ്പോൾ വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കേട്ടതിന് ശേഷം ഈ പ്രോബ്ലം ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ വരികയാണെങ്കിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. മെസ്സേജായിട്ടോ അല്ലെങ്കിൽ കോളായിട്ടോ ഒക്കെ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണമെങ്കിൽ കൂടുതലായിട്ട് പറയാം. ഇനിയിപ്പോൾ ഏതെങ്കിലും പ്രത്യേക ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്യണമെങ്കിൽ അത് പറഞ്ഞാൽ മതി, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് നിങ്ങളെന്തായാലും ചെയ്ത് നോക്കുക, പ്രോബ്ലംസ് നിങ്ങളെന്തായാലും വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി ഐസോടോപ്സ് ഇതുപോലെ തന്നെ ട്രേസേഴ്സ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് എനി ഐസോട്ടോപ്പ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ഈസിലി. ഏതൊരു റേഡിയോ ഐസോട്ടോപ്പ് നമുക്ക് ഈസി ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്യാം. എങ്ങനെ? റേഡിയോ ആക്ടിവിറ്റി ഉള്ളതായതുകൊണ്ട്. അതിന് റേഡിയോ ഐസോട്ടോപ്സിന് എന്തുണ്ട്? റേഡിയോ ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഈസി ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്ത് ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ടാണ്? കൗണ്ടർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ടാണ് നമ്മളതിനെ അനലൈസ് ചെയ്യുക. ദിസ് കൗണ്ടർ ഈസ് കേപ്പബിൾ ഓഫ് ഡിറ്റക്റ്റിംഗ് ദ അയോണൈസേഷൻ or scintillations or other effects of the emitted radiation. അപ്പോൾ ഇത്തരത്തിൽ റേഡിയോ ഐസോട്ടോപ്പ് എമിറ്റ് ചെയ്യുന്ന ആ അയോണൈസേഷൻ അല്ലെങ്കിൽ ആ സിൻഡിലേഷൻസിനെ അല്ലെങ്കിൽ അതിൽ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസിനെ ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെൻസിനെയാണ് എന്ത് പറയുന്നത്? കൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഏതൊരു നോൺ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോട്ടോപ്പും ഒരു സ്പെസിഫിക് മാസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒരു മാസ് സ്പെക്ട്രോമീറ്റർ കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഫ്രം ഇറ്റ്സ് മാസ്, അതിൻ്റെ മാസ് കൊണ്ട് നമുക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലേ? അപ്പോൾ ഒരു ഐസോട്ടോപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിൻ്റെ റേഡിയോ ആക്ടിവിറ്റി അല്ലെങ്കിൽ അതിൻ്റെ മാസൊക്കെയാണ്. അത് ഓരോ എലമെൻസിനും ഓരോന്നിനും ഓരോന്നാണ്, അല്ലേ? അപ്പോൾ അത് ഓരോന്നിൻ്റെയും ഓരോ ടാഗ് അല്ലെങ്കിൽ ലേബൽ, ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ പേരുള്ളതുപോലെ ഓരോ ഐസോട്ടോപ്സിൻ്റെയും റേഡിയോ ആക്ടിവിറ്റിയും അതിൻ്റെ മാസമൊക്കെ അതിൻ്റേതായിട്ടുള്ളൊരു ലേബലാണ് അല്ലെങ്കിൽ ഒരു ടാഗാണ്.
ഫോർ ട്രേസിങ് ദ ഫേറ്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ എലമെൻറ്റ്. ആ പർട്ടിക്കുലർ എലമെൻ്റെ എന്തെങ്കിലും കെമിക്കൽ പ്രോസസ്സോ ഫിസിക്കൽ ചേഞ്ചസോ ഒക്കെ വഴി അതിനെന്ത് സംഭവിക്കുന്നു എന്നൊക്കെ അറിയാനുള്ള ഒരു ടാഗാണ് പർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഐസോടോപ്പിൻ്റെ റേഡിയോ ആക്ടിവിറ്റി അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്നത്. Then, the isotope used for tagging or labeling an element so that its phase in a physical or chemical change can be traced is called a tracer. ഇനി ചിലപ്പോൾ നമുക്ക് എലമെൻസിനെ ടാഗ് ചെയ്യാൻ അല്ലെങ്കിൽ ലേബൽ ചെയ്യാനായിട്ട് നമുക്ക് ഐസോടോപ്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആ എലമെൻറ്റിന് എന്തൊക്കെ ഫിസിക്കൽ ചേഞ്ചസ് എന്തൊക്കെ കെമിക്കൽ ചേഞ്ചസ് നടക്കുന്നു എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, കണ്ടുപിടിക്കാനായിട്ടും സാധിക്കും. അപ്പോൾ അത്തരത്തിലെ ഐസോടോപ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രേസർ എന്ന് പറയുന്നത്. ഇപ്പോൾ റേഡിയോ ആക്റ്റീവും അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഐസോടോപ്സ് ഒക്കെ ട്രേസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മെഡിസിനിലെ, അഗ്രികൾച്ചറിലെ, അതുപോലെ റിയാക്ഷൻ പാത്വേസ് മനസ്സിലാക്കാൻ, അതുപോലെ ചില സ്ട്രക്ചേഴ്സ് മനസ്സിലാക്കിയെടുക്കാൻ, സ്ട്രക്ചർ ഇല്ലുസിഡേഷനെ, അങ്ങനെ ധാരാളം ഫീൽഡുകളിലും റേഡിയോ ആക്റ്റീവും റേഡിയോ ആക്റ്റീവ് ആയതോ അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ളൊക്കെ ഐസോടോപ്സ് യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ദെൻ ട്രേസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നെങ്കിൽ റേഡിയോ ഐസോടോപ്സ് ഹാവ് ദ ഗ്രേറ്റ് അഡ്വാൻറ്റേജ് ദാറ്റ് ദേ ക്യാൻ ബി ഈസിലി ഡിറ്റക്റ്റഡ് ആസ് ദേ ഗിവ് മെഷറബിൾ സിഗ്നൽസ് ഈവൻ വെൻ പ്രസൻറ്റ് ഇൻ സ്മോൾ എമൗണ്ട്സ്. അപ്പോൾ ട്രേസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ സുഖം, ഈസി ആയിട്ട് നോക്കാൻ പറ്റുന്നത് റേഡിയോ ഐസോടോപ്സ് ആണ്. ബിക്കോസ് അതിനെ നമുക്ക് പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അത് മെഷറബിൾ ആയിട്ടുള്ള സിഗ്നൽസ് പുറപ്പെടുവിക്കും. അപ്പോൾ വളരെ സ്മോൾ എമൗണ്ട് ഉള്ളെങ്കിൽ പോലും അതിൻ്റെ സിഗ്നൽസിൽ നിന്ന് നമുക്ക് അതിനെ പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് അവിടെയുണ്ട്. ഇപ്പോൾ റേഡിയോ ഫോസ്ഫറസ് 32 അത് ഇതുപോലെ അഗ്രികൾച്ചറിൽ യൂസ് ചെയ്യുന്നുണ്ട് ട്രേസേഴ്സ് ആയിട്ട്. അതെന്തിനൊക്കെയാണെന്ന് വെച്ചാൽ ഈ ഫോസ്ഫാറ്റിക് ഫെർട്ടിലൈസേഴ്സൊക്കെ പ്ലാന്റ്സ് ഇൻടേക്ക് ചെയ്യുമ്പോഴുള്ള ആ സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് ഈ തരത്തിലുള്ള റേഡിയോ ഫോസ്ഫറസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, so its uptake is followed by measuring the activity as the fertilizer reaches the different parts of the plant. Further, it is possible to find on what stage the plant's life will be advantageous to apply a fertilizer. അപ്പോൾ ഇത്തരത്തിലുള്ള റേഡിയോ ഫോസ്ഫറസ് ഒരു പ്ലാന്റ് എടുക്കുമ്പോൾ ഫെർട്ടിലൈസറായിട്ട് പ്ലാന്റ് എടുക്കുമ്പോൾ ആ പ്ലാന്റിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് അത് എത്തുന്നു. മാത്രമല്ല ഒരു പ്ലാന്റ് നടുമ്പോഴാണോ അതോ അത് കുറച്ച് പ്രായം എത്തുമ്പോഴാണോ എപ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്യുന്നത് കൂടുതൽ അഡ്വാൻറ്റേജസ് ആവുക എന്നുള്ള ഒരു നിഗമനത്തിലൊക്കെ നമുക്ക് എത്താനും അതിൻ്റെ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യാനും നമുക്ക് ഇത്തരത്തിൽ റേഡിയോ ഫോസ്ഫറസ് ഉപയോഗിക്കുന്നത് വളരെയധികം യൂസ്ഫുൾ ആണ്. ഓക്കെ, സോ ഇറ്റ് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ സച്ച് സ്റ്റഡീസ് ദാറ്റ്. അപ്പോൾ അങ്ങനെ സ്റ്റഡീസൊക്കെ നടത്തിയിട്ട് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ നടണ സമയത്ത് തന്നെ ഈ ഫെർട്ടിലൈസറിൻ്റെ 60% പ്ലാന്റ്സിനെ അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. പക്ഷേ കുറച്ച് വലുതായിട്ടാണ് നമ്മൾ ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്നതെങ്കിൽ അത്ര തന്നെ അതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ സ്റ്റഡീസിൻ്റെ ഒക്കെ നിഗമനത്തിൽ നമ്മൾ എത്തിച്ചേർന്നത്, സ്റ്റഡീസിൻ്റെ ഒക്കെ അവസാനത്തിൽ നമ്മൾ എത്തിച്ചേർന്നത്. ഓക്കെ, അതുപോലെ beta rays from source like strontium are used for measuring the thickness of coatings, layers, paper, metal sheets, rubber sheets, etc. അപ്പോൾ ഈ സ്ട്രോൺഷ്യം 90 അതിൽ നിന്നുണ്ടാവുന്ന ബീറ്റ സോഴ്സ് അത് വെച്ചിട്ട് നമുക്ക് ഈ ഓരോന്നിൻ്റെ തിക്നെസ്, കോട്ടിങ്സിൻ്റെ തിക്നെസ്, ലെയറുകളുടെ തിക്നെസ്, അതുപോലെ മെറ്റൽ ഷീറ്റ്, റബ്ബർ ഷീറ്റ്, അതിൻ്റെയൊക്കെ തിക്നെസ്സുകൾ പഠിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് ഇത്തരത്തിലുള്ള ബീറ്റ സോഴ്സ്, അതായത് സ്ട്രോൺഷ്യം 90 ഒക്കെ നമ്മൾ ഷീറ്റിൻ്റെയോ ലെയറിൻ്റെയോ ഒക്കെ അടിയിൽ വെക്കുകയാണ്. എന്നിട്ട് കൗണ്ടർ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യുകയാണ് ആക്ടിവിറ്റി, ഇത്തരത്തിലുള്ളത് എമിറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റി മെഷർ ചെയ്യുകയാണ്. Okay, so the strength of the signal from the detector is a measure of the thickness of the material because the smaller the thickness, the stronger is the signal. അപ്പോൾ ഇതിന് തിക്നെസ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ഇത്തരത്തിലുള്ള റബ്ബർ ഷീറ്റുകളുടെ അടിയിൽ നമ്മൾ സ്ട്രോൺഷ്യത്തിൻ്റെ 90 ഒരു ഇത് വെക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന സിഗ്നലെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുകയാണ് കൗണ്ടർ ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതിൽ നിന്ന് ഈ സാധനത്തിൻ്റെ മെറ്റീരിയലിൻ്റെ തിക്നെസ് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എന്താ വെച്ചാൽ തിക്നെസ് കുറവാണെങ്കിൽ അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിഗ്നൽ എന്തായിരിക്കും? കൂടുതൽ സ്ട്രോങ്ങർ ആയിരിക്കും. അങ്ങനെയൊക്കെ പല സ്റ്റഡീസിന് യൂസ് ചെയ്യുന്നതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുപോലെ റേഡിയോ ട്രേസേഴ്സ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെയർ കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ ചൂസ് ചെയ്യുന്ന ഐസോടോപ്പിന് ഏകദേശം ഒരു ഹാഫ് ലൈഫ് നോട്ട് ടു ഹൈ ആവാനും പാടില്ല, നോട്ട് ടു ലോ ആവാനും പാടില്ല. എന്നാലും നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഡിറ്റക്ഷനും അതിൻ്റെ മെഷർമെൻറ്റും ഒക്കെ നടക്കുള്ളൂ.
ഓക്കെ. അപ്പോൾ ഒരു റേഡിയോ ഐസോട്ടോപ്പ് യൂസ് ചെയ്യുമ്പോഴുള്ള പക്ഷേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ റേഡിയേഷൻ ഹെൽത്ത് ഹസാർഡ് ടു ദ യൂസേഴ്സ്. അത് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മറ്റുള്ളവർക്ക് വരുന്ന റേഡിയേഷൻ ഹെൽത്ത് ഹസാർഡ്സ്. ഓക്കെ. ആൻഡ് ഓൾസോ ടു ദ ലിവിങ് ഓർഗാനിസംസ് ഫോമിംഗ് ദ സബ്ജക്ട്സ് ഓഫ് ബയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഏതിനാണ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്കും ധാരാളം റേഡിയേഷൻസ് വരുന്നു. മാത്രമല്ല നമ്മളാണല്ലോ ഇതിനെക്കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ അത് സ്റ്റഡി ചെയ്യുന്ന ആളുകളിലേക്കും ധാരാളം റേഡിയേഷൻസ് വരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലിമിറ്റേഷൻ ഉണ്ട് അതിൽ നിന്ന് പ്രവഹിക്കുന്ന റേഡിയേഷൻ ഹെൽത്ത് ഹസാർഡ്സ്. റേഡിയേഷൻസിന് ഉണ്ടാകുന്ന ഹസാർഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കേണ്ടതാണ്. ഇനി നോൺ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിന് വളരെ അഡ്വാൻറ്റേജ് ആണ്. കാരണം എന്താ വെച്ചാൽ അത് വളരെ സ്റ്റേബിൾ ആയിരിക്കും. അതുപോലെ അതിനൊരു പെർമനൻ്റ് ആയിട്ടുള്ള എക്സിസ്റ്റൻസും ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ദിസ് ആസ്പെക്ട് ഈസ് വെരി അഡ്വാൻറ്റേജസ് ഇൻ ടൈം കൺസ്യൂമിങ് എക്സ്പെരിമെൻറ്റ്സ്. കൂടുതൽ ടൈം എടുത്ത് സ്റ്റഡി ചെയ്യേണ്ട ഏതെങ്കിലും പ്രോസസ്സുകളാണെങ്കിൽ അത്തരം പ്രോസസ്സുകളിൽ നോൺ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ അഡ്വാൻറ്റേജസ്. ബിക്കോസ് ദിസ് നോൺ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് ദേ ആർ സ്റ്റേബിൾ ആൻഡ് ദേ ഹാവ് ദ പെർമനൻറ്റ് എക്സിസ്റ്റൻസ് ഇൻ ദ സിസ്റ്റം. പിന്നെ മാത്രമല്ല അതിൽ നിന്ന് നമുക്കങ്ങനെ റേഡിയേഷൻസ് ഒന്നും ഹെൽത്ത് ഹസാർഡ്സിൻ്റെ പ്രോബ്ലംസ് ഒന്നും വരുന്നുമില്ല. ഓക്കെ. അപ്പോൾ ഓക്സിജൻ 18 ഒരു സ്റ്റേബിൾ ഐസോട്ടോപ്പ് ഉണ്ട്. ഇറ്റ് ഈസ് യൂസ് ടു എസ്റ്റാബ്ലിഷ് ദ മൾട്ടി സ്റ്റേജ് മെക്കാനിസം ഓഫ് ഫോട്ടോസിന്തസിസ്, ദ നെറ്റ് റിയാക്ഷൻ ബീയിങ് റെപ്രസെൻറ്റഡ് ആസ്. അതായത് ഫോട്ടോസിന്തസിസിൻ്റെ മൾട്ടി സ്റ്റേജ് പഠിക്കാനായിട്ട് ഒരു സ്റ്റേബിൾ ഓക്സിജൻ 18 ഐസോട്ടോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഫോട്ടോസിന്തസിസിൻ്റെ റിയാക്ഷനാണ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടിയിട്ട് C6H12O6 ഓക്സിജനും കൂടി ഉണ്ടായി. അപ്പോൾ ഇവിടെ ഓക്സിജൻ 18 ആണ് നമ്മൾ ട്രേസറായിട്ട് യൂസ് ചെയ്യുന്നത്. So it was invariably established that the oxygen liberated in the process came from the photo dissociation of water and not from carbon dioxide. അപ്പോൾ ഇത്തരത്തിലെ ഈ റിയാക്ഷനാണ് ഫോട്ടോസിന്തസിസിലെ റിയാക്ഷൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് വരുന്ന ഓക്സിജൻ അല്ല, വാട്ടറിൻ്റെ ഡിസോസിയേഷൻ, അതായത് ഫോട്ടോ ഡിസോസിയേഷൻ ഓഫ് വാട്ടറിൽ നിന്നാണ് ആ ഓക്സിജൻ ലിബറേറ്റ് ചെയ്യുന്നത് എന്ന സ്റ്റഡി നടത്തിയപ്പോൾ സയൻറ്റിസ്റ്റുകൾക്ക് മനസ്സിലായി. ഓക്കെ. ഇനി ഇത്തരത്തിൽ നമ്മൾ ഇപ്പോൾ ഇതൊരു നോൺ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പിൻ്റെ എക്സാമ്പിളാണ് ഓക്സിജൻ 18. ഇനി ഇത്തരത്തിലുള്ള നോൺ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് ട്രേസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മാസ് സ്പെക്ട്രോമീറ്റർ എംപ്ലോയ് ചെയ്ത് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡും എക്സ്പെൻസീവും ഒക്കെ ആയിട്ടാണ് വരിക. അപ്പോൾ അതുകൊണ്ട് നോൺ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോട്ടോപ്സ് ട്രേസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മാസ് സ്പെക്ട്രോമീറ്റർ യൂസ് ചെയ്യണം. അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പം അത്തരത്തിലുള്ള ഒരു ലിമിറ്റേഷൻ ഇത്തരത്തിലുള്ള നോൺ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് യൂസ് ചെയ്യുമ്പോൾ വരുന്നതായി കാണപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഐസോട്ടോപ്സ് ട്രേസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതിൽ വരുന്നത്. നമ്മൾ പറഞ്ഞു കൗണ്ടേഴ്സ് ഉപയോഗിച്ച് ഡിറ്റക്റ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഏത് എലമെൻറ്റിൻ്റെ സ്റ്റഡിക്കും നമ്മൾ അതിനെ ട്രേസേഴ്സായിട്ട് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അഗ്രികൾച്ചറിൽ യൂസ് ചെയ്യുന്ന ഫോസ്ഫറസിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ ഷീറ്റ്സിൻ്റെ ഒക്കെ തിക്നെസ് മനസ്സിലാക്കാനുള്ള സ്ട്രോൺഷ്യം 19 യൂസ് ചെയ്യുന്നത് പറഞ്ഞു. അതുപോലെ ഫോട്ടോസിന്തസിസിൻ്റെ സ്റ്റഡീസിന് നമ്മൾ നോൺ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോട്ടോപ്സ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. ഇത്തരത്തിലുള്ള എക്സാമ്പിൾസൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. ഇനി നെക്സ്റ്റ് വരുന്നതാണ് യൂസ് ഓഫ് റേഡിയോ ട്രേസസ് ഇൻ റേഡിയോ ഡയഗ്നോസിസ്. അതായത് ഡയഗ്നോസ്റ്റിക് പർപ്പസസ് മെയിൻലി മെഡിസിനെ നമ്മൾ ധാരാളം റേഡിയോ ഐസോട്ടോപ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതിനെയാണ് റേഡിയോ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. സോ ദ ഡയഗ്നോസിസ് യൂസിങ് റേഡിയോ ആക്റ്റീവ് ട്രേസസ് കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് റേഡിയോ ഡയഗ്നോസിസ്. അപ്പോൾ ഇത്തരത്തിലെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് റേഡിയോ ഡയഗ്നോസിസിലെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്കതിന് ഈസി ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. കാരണം എന്താ വെച്ചാൽ വളരെ സ്മോൾ എമൗണ്ട്സിലാണ് അത് പ്രസൻ്റ് ആയിട്ടുള്ളൂ എങ്കിൽ പോലും നമുക്ക് ഫോട്ടോഗ്രാഫിക് ടെക്നിക്സും അല്ലെങ്കിൽ കൗണ്ടേഴ്സും ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്കതിന് ഈസി ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. But it is however essential that the amount of the radioisotope used in human body must always be kept small.
അതർവൈസ് ദ പേഷ്യൻ മൈറ്റ് സഫർ പെർമനൻറ്റ് ഡാമേജ് ഫ്രം ഹൈ എനർജി റേഡിയേഷൻ. അപ്പോൾ നമ്മൾ മെഡിക്കൽ ഡയഗ്നോസിസിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഇത്തരത്തിലുള്ള റേഡിയോ ഐസോട്ടോപ്സിൻ്റെ എമൗണ്ട് വളരെ കുറവേ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. കാരണം അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ ഇത്തരത്തിലുള്ള റേഡിയോ ഐസോട്ടോപ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ എനർജി റേഡിയേഷൻസ് അത്തരത്തിലുള്ള റേഡിയോ ഐസോട്ടോപ്സ് എന്ന് വന്നിട്ട് പേഷ്യൻറ്റിന് പെർമനൻ്റ് ആയിട്ടുള്ള ഡാമേജുകൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി റേഡിയോ ട്രേസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡയഗ്നോസിസിൽ യൂസ് ചെയ്യുന്ന കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ റേഡിയോ ആക്റ്റീവ് അയഡിൻ, അതായത് അയഡിൻ 131, അതൊരു ബീറ്റ എമിറ്റർ ആണ്. അതിൻ്റെ ഹാഫ് ലൈഫ് ഏകദേശം 8 ഡേയ്സ് ആണ് വരുന്നത്. അത് തൈറോയ്ഡ് ഡിസോർഡേഴ്സ് ഡയഗ്നൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് അയഡിൻ 131. അപ്പോൾ ഈ പേഷ്യൻറ്റിന് ആദ്യം തന്നെ കുറച്ച് സോഡിയം അയോഡൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം അയോഡൈഡ് സൊല്യൂഷൻ ഡ്രിങ്ക് ചെയ്യാനായിട്ട് കൊടുക്കും. അതിൽ എന്തുണ്ട്? അയഡിൻ 131 ഉണ്ട്. Okay, so the radioactivity just above the thyroid is measured to see if the iodine is absorbed at the normal rate. അതായത് ഈ തൈറോയിഡ് ഉണ്ടെങ്കിൽ അത് അബ്സോർബ് ചെയ്യുന്ന അയഡിൻ്റെ എമൗണ്ടിലും അല്ലെങ്കിൽ നോർമൽ റേറ്റ് ആണെങ്കിൽ അത് അബ്സോർബ് ചെയ്യുന്ന അയഡിൻ്റെ എമൗണ്ടിലും ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, so from the activity of iodine 131, definite information regarding the size, shape and functioning of the thyroid gland can be obtained. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിൽ എത്തിയില്ലോ അയഡിൻ 131 എത്തി, സോഡിയം അയോഡൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം അയോഡൈഡ് സൊല്യൂഷനിൽ കൂടെ. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ശരീരത്തിലുള്ള തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ശരിക്കുള്ള ഷേപ്പും സൈസും അതുപോലെ അതിൻ്റെ ഫങ്ഷനിങ്ങും ഒക്കെ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അതുപോലെ അയഡിൻ്റെ വേറൊരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് അയഡിൻ 125. അതൊരു ഗാമ റേ എമിറ്റർ ആണ്. അത് തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഇമേജ് കിട്ടാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് സോഡിയം അയോഡൈഡ്, അതിൽ അയഡിൻ 125 സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ സോഡിയം അയോഡൈഡിൻ്റെ സൊല്യൂഷൻ കൊടുക്കുകയാണ് കണ്ടെയ്നിങ് അയഡിൻ 125. അപ്പോൾ അത്തരത്തിലുള്ള റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള അയഡിൻ ഒരു തൈറോയിഡ് പേഷ്യൻ്റ് എടുക്കുകയാണെങ്കിൽ ആ തൈറോയിഡ് പേഷ്യൻറ്റിൻ്റെ അത് ഉള്ളിലേക്ക് എത്തുന്നു. അപ്പോൾ നമുക്ക് തൈറോയിഡ് ഗ്ലാൻഡിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനായിട്ട് സ്കാൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. എന്നിട്ട് അങ്ങനെ സ്കാനറിൽ നിന്ന് കിട്ടുന്ന ഫോട്ടോസ് ഉണ്ടല്ലോ, അപ്പോൾ അത് എക്സാമിൻ ചെയ്യുന്നതോടുകൂടി നമുക്ക് മനസ്സിലാവുന്നു അത് നോർമൽ തൈറോയിഡ് ഗ്ലാൻഡ് ആണോ അല്ലെങ്കിൽ എൻലാർജ്ഡ് തൈറോയിഡ് ഗ്ലാൻഡ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അയഡിൻ 125ഉം ഇങ്ങനത്തെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സോഡിയം 24, അതൊരു ബീറ്റ എമിറ്റർ ആണ്. അതിൻ്റെ ഹാഫ് ലൈഫ് 14.8 hours ആണ്. അത് ബ്ലഡിൻ്റെ ഫ്ലോ അതുപോലെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ എന്തെങ്കിലും കൺസ്ട്രിക്ഷൻസോ ഒബ്സ്ട്രക്ഷൻസോ ഒക്കെ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനും ബ്ലഡിൻ്റെ ഫ്ലോ കൃത്യമായിട്ടല്ല നടക്കണമെന്ന് മനസ്സിലാക്കാനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് റേഡിയോ ആക്റ്റീവ് സോഡിയം 24. അപ്പോൾ കുറച്ച് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ കൊടുക്കുകയാണ്. എങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ്. അതിലെന്തുണ്ട്? സോഡിയം 24 ഉണ്ട്. അത് വെയിൻ ആംസിലെയോ അല്ലെങ്കിൽ ലെഗ്സിലെയോ ഒക്കെ വെയിനിൽ കൂടെ ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് ബോഡിയിലേക്ക് എത്തുന്നു. എന്നിട്ട് ആ ബോഡിയിലേക്ക് എത്തിയ സോഡിയം 24നെ ഒരു കൗണ്ടർ ഉപയോഗിച്ച് ഡിറ്റക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ ദ ടൈം ടേക്കൺ ബൈ ദ റേഡിയോ ഐസോട്ടോപ്പ് ടു ഗെറ്റ് ദെയർ വുഡ് ഇൻഡിക്കേറ്റ് വെദർ there are any obstructions in the circulatory system or not. അപ്പോൾ നമ്മുടെ വെയിൻസിൽ കൂടെ അത് ഇഞ്ചെക്റ്റ് ചെയ്ത് കയറ്റുമ്പോൾ അത് ആ റേഡിയോ ഐസോട്ടോപ്പ് എത്താനായിട്ടുള്ള സമയം കൂടുതലാണോ കുറവാണോ എന്നൊക്കെ അനലൈസ് ചെയ്യുന്നതിൽ കൂടി നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടോ കൺസ്ട്രിക്ഷൻസ് ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ സോഡിയം 24 അത്തരത്തിൽ ഉപയോഗിക്കുന്ന ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ്. ഇത്തരത്തിൽ വേറെയും പല റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സും യൂസ് ചെയ്യുന്നുണ്ട്. AS74 ആർസനിക്, അതായത് ബ്രെയിൻ ട്യൂമേഴ്സ് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ആർസനിക് 74. അതുപോലെ ഫോസ്ഫറസ് 32 സ്കിൻ ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ കൊബാൾട്ട് 58 ഫോർ ഡിറ്റർമിനിങ് ദ അപ്ടേക്ക് ഓഫ് വൈറ്റമിൻ B12 അപ്ടേക്കിനെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ക്രോമിയം 51 ഫോർ ഡിറ്റർമിനിങ് ദ വോളിയം ഓഫ് റെഡ് ബ്ലഡ് സെൽസ്, അതുപോലെ ടോട്ടൽ വോളിയം ഓഫ് ബ്ലഡ് അതിനൊക്കെ അനലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ അയൺ 59 ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ആൻഡ് ലൈഫ് ടൈം ഓഫ് റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടാവുന്നതും അതിൻ്റെ ഫോർമേഷനും അതിൻ്റെ ലൈഫ് ടൈമിനും ഒക്കെ സ്റ്റഡി ചെയ്യാനും മെഷർ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് അയൺ 59. അപ്പോൾ ഈ ആർസനിക് ഞാൻ പറഞ്ഞു ബ്രെയിൻ ട്യൂമേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ലൊക്കേറ്റ് ചെയ്യാനാണ് ആർസനിക് 74. അതുപോലെ ഫോസ്ഫറസ് 32 സ്കിൻ ക്യാൻസർ, കൊബാൾട്ട് 58 ഫോർ ഡിറ്റർമിനിങ് ദ അപ്ടേക്ക് ഓഫ് വൈറ്റമിൻ B12, ക്രോമിയം 51 റെഡ് ബ്ലഡ് സെൽസിൻ്റെ വോളിയം അതുപോലെ ടോട്ടൽ വോളിയം ഓഫ് ബ്ലഡ്
അതൊക്കെ മനസ്സിലാക്കാനായിട്ടാണ്. അതുപോലെ അയൺ 59, റേറ്റ് ഓഫ് ഫോർമേഷൻ ആൻഡ് ലൈഫ് ടൈം ഓഫ് റെഡ് ബ്ലഡ് സെൽസ്. അപ്പോൾ ഈ ചാർട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഏത് പർപ്പസിന് ഏത് ഐസോട്ടോപ്പാണ് യൂസ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞിരിക്കണം. ആൻഡ് ഫൈനലി വി ആർ കമ്മിങ് ടു ദ എൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ. സോ ദ യൂസ് ഓഫ് റേഡിയോ ഐസോട്ടോപ്സ് ഇൻ റേഡിയോ തെറാപ്പി. ഇപ്പോൾ റേഡിയോ തെറാപ്പി എന്ന് പറഞ്ഞാൽ അയണൈസിങ് റേഡിയേഷൻസിൻ്റെ മെഡിസിനൽ യൂസാണ് അല്ലേ. ഇപ്പോൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനായിരിക്കാം, അല്ലെങ്കിൽ അത്തരത്തിൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനൊക്കെ മെയിനായിട്ട് മാലിഗ്നൻ സെൽസിനെ കില്ല് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ട്യൂമറിൻ്റെ റിക്കറൻസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ. അപ്പോൾ ട്യൂമറിനൊക്കെ ആദ്യം സർജറി ചെയ്ത് കളഞ്ഞു, പിന്നീട് അത് ഉണ്ടാവുന്നത് തടയാനായിട്ടും ഇത്തരത്തിലുള്ള റേഡിയോ തെറാപ്പി യൂസ് ചെയ്യുന്നുണ്ട്. സോ ദ റേഡിയോ തെറാപ്പി ഈസ് ദ മെഡിസിനൽ യൂസ് ഓഫ് അയണൈസിങ് റേഡിയേഷൻ ജനറലി ആസ് പാർട്ട് ഓഫ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്. ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് പാർട്ടായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ടു കൺട്രോൾ ഓൾ കിൽ മാലിഗ്നന്റ് സെൽസ് ആൻഡ് ടു പ്രിവെൻറ്റ് ട്യൂമർ റെക്കറൻസ്. ട്യൂമർ വീണ്ടും ഉണ്ടാവുന്നത് തടയാനും. ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് എ പ്രൈമറി മാലിഗ്നന്റ് ട്യൂമർ ഓർ ട്യൂമർ ബൈ സർജറി. സർജറിക്ക് ശേഷം സർജറി നടത്തി ട്യൂമർ സെൽസിനെ റിമൂവ് ചെയ്തു, അതിനുശേഷം വീണ്ടും ഉണ്ടാകുന്നത് തടയാനും നമ്മൾ ഇത്തരത്തിലുള്ള റേഡിയോ തെറാപ്പിയിൽ റേഡിയോ ഐസോട്ടോപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് പോയിന്റ് വരുന്നത് ദ ഹൈ എനർജി ഗാമ റേസ് ഫ്രം ദ ഐസോട്ടോപ്സ് ഓഫ് റേഡിയം ആൻഡ് കൊബാൾട്ട് 60 ആർ യൂസ്ഡ് ടു ഡിസ്ട്രോയ് ക്യാൻസറസ് സെൽസ് ഇൻ ഡീപ്പ് സീറ്റഡ് ഗ്രോത്ത്സ് ഇൻ ദ ബോഡി. അപ്പം നമ്മുടെ ബോഡിയുടെ ഉള്ളിലെ ഡീപ്പായിട്ട് കിടക്കുന്ന എന്തെങ്കിലും ക്യാൻസറസ് സെൽസ് ഉണ്ടെങ്കിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് ഐസോട്ടോപ്സ് ഓഫ് റേഡിയം, അതായത് റേഡിയം കൊബാൾട്ട് 60 എന്നൊക്കെയുള്ള ഗാമ റേസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ടു ട്രീറ്റ് തൈറോയിഡ് ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് അയഡിൻ 131 യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് റേഡിയേഷൻസ്, ഈ അയഡിൻ 131 റേഡിയേഷൻസ് വരും അല്ലേ. അതെന്ത് ചെയ്യുന്നു? ക്യാൻസറസ് തൈറോയിഡ് സെൽസിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യുന്നു. ഹെൽത്തി സെൽസിനെ നശിപ്പിക്കാതെ ക്യാൻസറസ് ആയിട്ടുള്ള തൈറോയിഡ് സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് അയഡിൻ 131 സാധിക്കുന്നുണ്ട്. അതുപോലെ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് 32 ഈസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ബ്ലഡ് ക്യാൻസർ. ബ്ലഡ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ ഫോസ്ഫറസ് 32 റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ളത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സ്ട്രോൺഷ്യം 90 ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് കോർണിയൽ ക്യാൻസർ. കോർണിയയ്ക്ക് ക്യാൻസർ വരുമ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യാനും സ്ട്രോൺഷ്യം 90 റേഡിയോ ആക്റ്റീവ് സ്ട്രോൺഷ്യം 90 യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള റേഡിയോ ഐസോട്ടോപ്സിൻ്റെ യൂസ് ഇൻ റേഡിയോ തെറാപ്പി. അപ്പോൾ ക്യാൻസർ സെൽസിനെ കില്ല് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുകയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം. ഇനി എന്തെങ്കിലും സർജറി ഒക്കെ നടന്നതിന് ശേഷവും ഇത്തരത്തിലുള്ള റേഡിയോ ഐസോട്ടോപ്സ് റേഡിയോ തെറാപ്പിയിൽ യൂസ് ചെയ്യുന്നുണ്ട് ടു പ്രിവെൻറ്റ് ഇറ്റ്സ് റെക്കറൻസ്, വീണ്ടും ഉണ്ടാവുന്നത് തടയാനായിട്ട്. അപ്പോൾ ഡീപ്പ് സീറ്റഡ് ആയിട്ടുള്ള ക്യാൻസറസ് സെൽസിനെ തടയാനായിട്ട് ഐസോട്ടോപ്സ് ഓഫ് റേഡിയം ആൻഡ് കൊബാൾട്ട് 60 അതിൽ നിന്നുണ്ടാവുന്ന ഗാമ റേസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തൈറോയിഡ് ക്യാൻസറിനെ നശിപ്പിക്കാനായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് അയഡിൻ 131 ആണ് യൂസ് ചെയ്യുന്നത്. അത് തൈറോയിഡ് ക്യാൻസറസ് ആയിട്ടുള്ള തൈറോയിഡ് സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു ഇൻ പ്രിഫറൻസ് ടു ഹെൽത്തി സെൽസ്. ഹെൽത്തി സെൽസിനൊന്നത് നശിപ്പിക്കുന്നില്ല, പകരം അത് ക്യാൻസറസ് ആയിട്ടുള്ള തൈറോയിഡ് സെൽസിനെയാണ് അയഡിൻ 131 നശിപ്പിക്കുന്നത്. അതുപോലെ ബ്ലഡ് ക്യാൻസർ ട്രീറ്റ് ചെയ്യാനായിട്ട് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഫോസ്ഫറസ് 32 യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ കോർണിയൽ ക്യാൻസർ ട്രീറ്റ് ചെയ്യാനായിട്ട് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സ്ട്രോൺഷ്യം 90 യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. ഞാൻ ഈ സെമസ്റ്ററിൽ നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററിൽ എടുക്കുന്ന 2 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. ഫസ്റ്റ് വൺ അനലിറ്റിക്കൽ കെമിസ്ട്രി, ദെൻ ന്യൂക്ലിയർ കെമിസ്ട്രി. അപ്പോൾ നമ്മുടെ ഈ 2 ചാപ്റ്റേഴ്സും ഫിനിഷ്ഡ് ആണ്. അപ്പോൾ ഞാൻ എടുക്കുന്ന ഫസ്റ്റ് സെമസ്റ്റർ കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ന്യൂക്ലിയർ കെമിസ്ട്രിയിലും പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുക, അനലിറ്റിക്കൽ കെമിസ്ട്രിയിലും പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. അപ്പോൾ നിങ്ങളുടെ സൗകര്യം പോലെ നമുക്ക് പിന്നീട് എന്ന് വെച്ചാൽ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് നമുക്ക് എക്സാം എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്തെങ്കിലും വീഡിയോസ് കാണാത്തതുണ്ടെങ്കിൽ അതൊക്കെ കണ്ടു തീർക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. പ്രോബ്ലംസൊക്കെ ചെയ്ത് നോക്കുക. വെറുതെ നോക്കി മനസ്സിലാക്കാതെ പ്രോബ്ലംസൊക്കെ റിട്ടേൺ ആയിട്ട് എഴുതി നോക്കുക. ഉത്തരങ്ങൾ എഴുതി നോക്കി കാൽക്കുലേറ്ററിൽ ചെയ്ത് ഉത്തരം കിട്ടുന്നുണ്ടോ എന്നൊക്കെ വെരിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെമസ്റ്റർ നിങ്ങൾക്ക് എടുക്കുന്ന ഫസ്റ്റ് സെമസ്റ്റർ കംപ്ലീറ്റഡ് ആയി. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ.